Supra MK4. ഇന്നും ഈ ഒരു വണ്ടിയുടെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് നമ്മളിൽ പലരുടെയും കണ്ണ് തിളങ്ങും. കാരണം അത്രത്തോളം ഫാൻസ് ഇവനുണ്ട്. അതുമാത്രമല്ല ഇവൻ്റെ ലുക്കും പെർഫോമൻസും അത്രത്തോളം വലുതാണ്. ഈ വാഹനം ഒരു ഐക്കോണിക് മോഡലായിട്ട് മാറിയതിൻ്റെ ബാക്കിൽ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമയും ഒരു നല്ല റോൾ വഹിച്ചിട്ടുണ്ട്. JDM 276 HP-യും US എക്സ്പോർട്ട് മാർക്കറ്റുകളിൽ 320 HP-യും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു 2JZ GTE എഞ്ചിൻ ശരിക്കും പറഞ്ഞാൽ ഒന്ന് റീബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 2100 HP വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ കരുത്തുള്ള ഒരു പവർ പാക്ക് എഞ്ചിനാണ്. 3 ലിറ്റർ ഇൻലൈൻ 6 സിലിണ്ടർ ട്വിൻ ടർബോ ചാർജ്ഡ് കോൺഫിഗറേഷനിൽ വരുന്ന ഈ ഒരു എഞ്ചിൻ ഈ പറഞ്ഞ അത്രയും ഹോഴ്സ് പവർ സ്റ്റോക്കായിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനുള്ള കാരണം ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ ഓവർ എഞ്ചിനീയർഡ് ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. അതായത് തിക്കറായിട്ടുള്ള ക്ലോസ്ഡ് ഡെക്കാസ്റ്റ് അയൺ ബോക്സും ഇവൻ്റെ നോർമൽ ഇൻറ്റേർണൽ കമ്പോണൻസും യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഏകദേശം 1000 HP പ്ലസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഹയർ ആയിട്ടുള്ള ഹീറ്റും സിലിണ്ടർ പ്രഷറും ഒക്കെ താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ക്രാങ്ക് ഷാഫ്റ്റും പിസ്റ്റണും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു എഞ്ചിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടിയ ഹോഴ്സ് പവറും ഇവനെ സേഫ് ആയിട്ടും സ്മൂത്ത് ആയിട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ എഞ്ചിൻ്റെ മറ്റൊരു പ്രത്യേകതയും. അതുപോലെ തന്നെ അതുകൊണ്ട് ട്രാക്ക് റേസിലും അല്ലെങ്കിൽ ട്യൂണിങ്ങിലോ അല്ലെങ്കിൽ എഞ്ചിൻ സ്വാപ്പിങ്ങിലോ ഒക്കെ ഈ ഒരു എഞ്ചിൻ ഭയങ്കരമായിട്ട് പോപ്പുലറാണ്. സ്വീക്വൻഷ്യൽ ആയിട്ടുള്ള ട്വിൻ ടർബോ ചാർജർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹയർ RPMസിലും ലോവർ RPMസിലും ഇവൻ ഈക്വൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കും. ഇതുപോലെ പല പ്രത്യേകതകൾ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു എഞ്ചിനെ ബിൽഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും ഇവനൊരു ഫുള്ളി പവർ പാക്ഡ് എഞ്ചിനാണെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള ECU, അതുപോലെ തന്നെ ഹൈ ഫ്ലോ ആയിട്ടുള്ള ഫ്യൂൽ പമ്പ്, അതല്ലെങ്കിൽ CC കൂടിയ ഇഞ്ചക്ടേഴ്സ്, അതുമാത്രമല്ല ട്വിൻ ടർബോ ചാർജറെ മാറ്റിയിട്ട് ഒരു ഹ്യൂജ് ആയിട്ടുള്ള സിംഗിൾ ടർബോ ചാർജറൊക്കെ വെച്ചുകൊണ്ട് 2100 bhp വരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പല മോഡലുകൾ ഇന്നും നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു ബീസ്റ്റ് കാർ തന്നെ. പവറിൻ്റെ കാര്യത്തിലാണെങ്കിലും ലുക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇന്നും പല വാഹനങ്ങൾക്കും ഈ ഒരു വണ്ടിയുടെ 7 അയലത്ത് പോലും വരാൻ സാധിച്ചിട്ടില്ല. 1993 തൊട്ട് 2002 വരെ ശരിക്കും പറഞ്ഞാൽ Supra MK4 പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അത് നിർത്തിയപ്പോൾ തന്നെ ഈ ഒരു എഞ്ചിനും ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഈ എഞ്ചിൻ ഡിസ്കണ്ടിന്യൂ ചെയ്തതിൻ്റെ ബാക്കിൽ വേറെ കുറേ കാരണങ്ങളുണ്ട്. അതായത് പിന്നെ കാലം മുന്നോട്ട് വന്നപ്പോൾ തന്നെ നിയമങ്ങൾ മാറി. അങ്ങനെ വന്നപ്പോൾ എമിഷൻ കൺട്രോൾ നിയമങ്ങളൊക്കെ വന്നു. അതുമാത്രമല്ല അയൺ ബ്ലോക്സ് യൂസ് ചെയ്തുകൊണ്ട് നിർമ്മിച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു എഞ്ചിന് ഭയങ്കര വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എഞ്ചിൻ ഒട്ടും ഫ്യൂൽ എഫിഷ്യൻ്റ് അല്ല. അങ്ങനെ കുറേ കാരണങ്ങൾ ഇതിൻ്റെ ബാക്കിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എഞ്ചിൻ ഡിസ്കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ Supra MK4ൻ്റെ ബാക്ക് സ്റ്റോറി. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ Supra ഫാൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചോ. പിന്നെ നിങ്ങളൊരു Supra ഫാൻ ആണെങ്കിൽ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.